ഉൽപ്പത്തിയുടെ പുസ്തകം 34-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദീനയുടെ മാനഹാനി. യാക്കോബിന് ലയയിലുണ്ടായ മകൾ ദീന ആ നാട്ടിലെ സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രഭുവായിരുന്ന ഹമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെക്കേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരറ്റ് സ്നേഹിച്ചു. സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. ഷെക്കേം തൻ്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയെ തരണം. തൻ്റെ മകളായ ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തിയെന്ന വിവരം യാക്കോബ് അറിഞ്ഞു. പുത്രന്മാരെല്ലാവരും വയൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ഷെക്കേമിൻ്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു. വിവരം അറിഞ്ഞ് യാക്കോബിൻ്റെ പുത്രന്മാർ വയലിൽ നിന്നു തിരിച്ചെത്തി. അവർക്ക് രോക്ഷവും അമോഷവും ഉണ്ടായി. കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷെക്കേം ഇസ്രായേലിന് നിഷിദ്ധമായ മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു, എൻ്റെ മകനായ ഷെക്കേമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ദയചെയ്ത് അവളെ അവന് ഭാര്യയെ നൽകണം. ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക. ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക. ഞങ്ങളുടെ കൂടെ പാർക്കുക. ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്യാം. ഷെക്കേം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു, ദയയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം. സ്ത്രീധനമോ വിവാഹ സമ്മാനമോ നിങ്ങൾ ചോദിക്കുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം. തങ്ങളുടെ സഹോദരി ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തിയത് കൊണ്ട് യാക്കോബിന്റെ മകൾ അവനോടും അവന്റെ പിതാവായ ഹമോറിനോടും ചതിയായി സംസാരിച്ചു. അവർ പറഞ്ഞു, പരിച്ഛേദന ചെയ്യാത്ത ഒരുവന് നിങ്ങളുടെ സഹോദരിയെയും ഭാര്യയെയും നൽകുക സാധ്യമല്ല. ഞങ്ങൾക്ക് അത് അപമാനകരമാണ്. എന്നാൽ ഈ വ്യവസ്ഥയിൽ ഞങ്ങളതിന് സമ്മതിക്കാം. നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്ത് ഞങ്ങളെപ്പോലെയാകണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം. ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മൾ ഒരു ജനതയെ തീരുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിച്ഛേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും. അവരുടെ വ്യവസ്ഥ ഹമോറിനും മകൻ ഷെക്കേമിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല. കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനുരക്തനായിരുന്നു. അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കേം. അതിനാൽ ഹമോറും മകൻ ഷെക്കേമും നഗര കവാടത്തിൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യർ നമ്മോട് സൗഹാർദ്ദത്തിലാണ്. അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ. ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ. അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരെ സ്വീകരിക്കാം. നമ്മുടെ പുത്രിമാരെ അവർക്കും നൽകുകയും ചെയ്യാം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയാകാൻ സമ്മതിക്കുകയുള്ളൂ. നമ്മുടെ പുരുഷന്മാരെല്ലാവരും അവരെ പോലെ പരിശോധന ചെയ്യണം. അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ നമ്മുടേതാവില്ലേ? നമുക്കും സമ്മതിക്കാം. എങ്കിൽ അവർ നമ്മോട് കൂടെ താമസിക്കും. പട്ടണത്തിലെ പുരുഷന്മാരെല്ലാവരും ഹാമോറിനും മകൻ ഷെക്കേമിന്റെയും വാക്കുകൾ കേട്ടു, പരിച്ഛേദനം ചെയ്തു. 3-ാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ശിമിയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്നു.
പുരുഷന്മാരെല്ലാവരെയും വധിച്ചു. ഹാമോറിനെയും മകൻ ഷെക്കിമിനെയും അവർ വാളിനിരയാക്കി. ഷെക്കിമിൻ്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പേരിൽ യാക്കോബിൻ്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുകുകളെയും നഗരത്തിലുള്ള വയലിലുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വത്തും വീട്ടുവകകളും യാക്കോബിൻ്റെ മക്കൾ കൈവശപ്പെടുത്തി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് ശിമെയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഈ നാട്ടുകാരായ കാനാൻകാരുടെയും പെരിസ്യരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചു കൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു: ഒരു വേശ്യയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അനാഥരും വിധവകളുമായി കഴിയുന്ന അനേകായിരം മാതാപിതാക്കളും സഹോദരങ്ങളുമായി അനേകായിരം പേരുണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും ഈശോയെ അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കുന്നെന്നും അതുവഴിയായി അവർക്ക് സമാധാനം ശാന്തിയും നൽകി അവരെ ദൈവത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ടുകൾ താഴ്മ ഉപേക്ഷിക്കുന്നു. അവർക്ക് നന്ന് വേണ്ടുള്ള കാര്യങ്ങൾ നടത്തി കിടക്കാൻ അങ്ങോട്ടുകൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും രോഗസ്വാതന്ത്ര്യം തന്നെ അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ടുകൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരം ദമ്പതികളുണ്ട്. ഈശോയെ അവർക്കെല്ലാവർക്കും ഒരു കുഞ്ഞിനെ നൽകി അവർ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്നും അങ്ങനെങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ബേഥേലിൽ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു: ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു: നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. എല്ലാവരും വിശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ദേവവിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ഷെക്കിമിന് അടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ചുകൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി. അതുകൊണ്ട് അവർ യാത്രയായി ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബേഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എൽ-ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റബേക്കയുടെ പരിചാരികയായ ദബാറു മരണമടഞ്ഞു. ബഥേലിൻ്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിൻ്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൺ ബാക്കൂത്ത് എന്നു പേരുണ്ടായി. പാദാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു: യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു: ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ടിയുണ്ടായി പെരുമാറുക. ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും ഞാൻ നൽകിയ
നാട് നിനക്ക് ഞാൻ നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ടൊരു സ്തംഭം ഉയർത്തി. അതിൻ്റെ മേൽ ഒരു പാനീയം ബലിയർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു. ബഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തയിൽ എത്തുന്നതിനും കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യം ഒരു പുത്രനെ നൽകും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപ്പെടുന്ന സമയത്ത് അവൾ അവനെ ബനോനി എന്ന് പേര് വിളിച്ചു. പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബേത്ലേഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറകൾ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിന്റെ കല്ലറയുടെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തൻ്റെ പിതാവായ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അതറിയാനിടയായി. യാക്കോബിന്റെ പുത്രന്മാർ. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലയയുടെ പുത്രന്മാർ യാക്കോബിന്റെ കടിഞ്ഞൽ പുത്രൻ റൂബൻ, ശിമെയൻ, ലേവി, യൂദ, ഇസ്സാഖർ, സെബ്ലോൺ. റാഹേലിന്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലയയുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആഷർ. യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ. ഇസ്ഹാക്കിന്റെ മരണം. യാക്കോബ് ഹെബ്രോൻ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ മാമ്രയിൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് പോയി. അബ്രാവും ഇസ്ഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസ്ഹാക്കിന്റെ ആയുഷ്കാലം 180 വർഷമായിരുന്നു. ഇസ്ഹാക്ക് അന്ത്യശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ എസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ഇന്ന ദിവസം പുതിയതായി തുറന്നായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നായിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളും തെറ്റുകളും തടസ്സങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ഒരുക്കി കൊടുക്കണമേ എന്ന് അങ്ങടികൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് എല്ലാവർക്കും ഒരു മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമേ. അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു കൊടുക്കണമേ. നമ്മുടെ താഴ്മയുടെ മാനസികാരോഗ്യത്തെ അനുഗ്രഹിക്കണമേ. നമ്മുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ഇന്ന ദിവസം വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് എല്ലാവിധ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരെയും മറ്റെല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും അപകടങ്ങളൊന്നും കൂടാതെ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് കൂടി ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, എല്ലാവിധ ഡോക്ടർമാരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവരെയും അവർ ചികിത്സിക്കുന്ന രോഗികൾക്കെല്ലാം നല്ല രീതിയിൽ ചികിത്സിക്കാനും അസുഖങ്ങളെല്ലാം മാറുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമ്മുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിര് കാക്കുന്ന എല്ലാ പട്ടാളക്കാരെയും എല്ലാ
മേലുദ്യോഗസ്ഥന്മാരെയും എല്ലാ നിയമപാലകരെയും എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ അവർക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അതുവഴി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ താഴെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ജോലി ചെയ്താതെ മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ അവർക്ക് എല്ലാവർക്കും ഒരു ജോലി നൽകിയ അവരെ അനുഗ്രഹിക്കണമെന്ന് അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എസാഫ് എദ്യാമ്യരുടെ പിതാവ്. ഏദം എന്നു കൂടി പേരുള്ള എസാവിന്റെ സന്താന പരമ്പര ഇതാണ്. ഹാനാനിയ സ്ത്രീകളായിരുന്ന എസാവിന്റെ ഭാര്യമാർ. ഹിദ്യനായ എലോണാണ് മകളാണ് ആദ. ഹിബ്യനായ സിബിയാന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളും നെബോയോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. എസാവിന് ആദിയിൽ എസാവും ബസ്മത്തിന് റഹൂവേലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവനും യഹോഷുവും യലാമും കൊറാഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് എസാവിനുണ്ടായ മക്കളാണ് ഇവർ. എസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും മൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായി യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയധികം സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കാനാവത്തക്ക വിധം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് എസാവ് സെയീർ എന്ന മലനാട്ടിൽ പാർത്തു. എസാവും ഏദോവും ഒരാൾ തന്നെ. സെയീർ മലയിലെ എദ്യോമ്യരുടെ പിതാവായ എസാവിന്റെ സന്തതി പരമ്പര. എസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ. എസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്. ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവ്വേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സഭോഗത്തം, ഹനസ്. എസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമല്ലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. എസാവിന് ഭാര്യയായ ആദായിലും ഉണ്ടായ സന്തതികളാണ് ഇവർ. റൂബേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസോം എന്നിവർ. എസാവിന് ഭാര്യ ബിസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സബിയോന്റെ പുത്രിയായ അന്നായുടെ മകൾ ഒഹോലിബാമയിൽ എസാവിനുണ്ടായ പുത്രന്മാരാണ് യഹൂഷും യലാഹും കോറഹും. എസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. എസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കൊറോഹ്, ഗത്തോം, അമലേക് എന്നിവർ. ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റൂബേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റൂബേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. എസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. എസാവിന്റെ ഭാര്യ ഓഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യഹൂഷ്, യലാം, കോറഹ്. ഇവർ എസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ എസാവിന്റെ സന്തതികളും ഏദോമിലെ
പ്രമുഖരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹോരിന്റെ പുത്രന്മാരുമാണ്. ലോത്തോൻ, ഷോബൽ, സിബിയോൻ, അനാൻ, ദിഷോൻ, ഏസർ, ദിഷാർ, ഏർ. ഏദോം നാട്ടിലെ സെയിറിന്റെയും പുത്രന്മാരും ഹോരിയിലെ പ്രമാണികളുമാണ്. ലോത്തിന്റെ പുത്രന്മാരിൽ ഹോരി, ഹേമ ലോത്തന്റെ സഹോദരിയായിരുന്നു. തിമ്ന, ഷോബാലിന്റെ പുത്രന്മാർ അൻവാർ, അൽവാൻ, മനഹത്ത്, എബാൽ, ഷെഫോ, ഓനാം. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന തന്റെ പിതാവായ സിബിയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനയുടെ പുത്രനും ഓഹിലിബാമ പുത്രിയുമായിരുന്നു. ഹെംതാൻ, എഷ്ബാൻ, ഇത്രാൻ, കേറാൻ എന്നിവരായിരുന്നു ദിഷോന്റെ പുത്രന്മാർ. ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സവാനും അക്കാനും. ദിഷാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും ഹോര്യരിലെ പ്രമുഖരുമായിരുന്നു. ലോത്താൻ, ഷോബാൻ, സിബിയോൻ, ആനാൻ എന്നിവർ ദിഷോർ, ഏസർ, ദിഷാൻ എന്നിവർ സെയിർ നാട്ടിൽ ഹോര്യരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബേയോറിലെ മകനായ ബേലാം ഏദോമിൽ മരിച്ചു. അവന്റെ പട്ടണത്തിൽ പേര് ദിൻഹാവ എന്നായിരുന്നു. ബേലാം മരിച്ചപ്പോൾ ബെസ്രോയിലെ സെറാഹിന്റെ മകനായ യാക്കൂബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമാനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവന്റെ മോവാബ് ദേശത്ത് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അബീദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്കോറിയിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹ്ബോത്തിലെ സാവുൾ രാജാവായി. സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹാദാറാണ് തലസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മെസാഹാബിന്റെ പൗത്രിയും മെത്രാദിന്റെ പുത്രിയുമായ മെഹത്തേബൽ ആയിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരും അനുസരിച്ച് എസാവിൽ നിന്നുദ്ഭവിച്ച പ്രമുഖ തിമ്ന, അൽവ, യതത്ത്, ഉസ്ലീബാമ, ഏല, പിന്നോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയൽ, ഈറോം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ സ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. എസാവാണ് ഏദോംകാരുടെ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നതിന് വരാനിരിക്കുന്ന സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയുടെ സഭയെയും മാർപ്പാപ്പയെയും മെത്രാനച്ചനെയും എല്ലാ മെത്രന്മാരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മാരെയും എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ധ്യാന കേന്ദ്രങ്ങളെയും ഈശോയെ എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇനിയും കൂടുതൽ പരിശുദ്ധാത്മാവിന് കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ടുകൾ താഴ്മ ഉപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മറ്റു മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് എല്ലാ ആത്മാക്കളെയും ഈശോയെ ഞങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ അവർക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ അവർ അറിഞ്ഞും അറിയും ഭൂമിയിലായിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന യേശുവെ അവർക്കെല്ലാവർക്കും ഇനി തെറ്റുകൾ അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നല്ല ഈശോയുടെ ദിവസം മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും അങ്ങിലേക്ക് സമർപ്പിക്കുന്ന പലവിധ അപകടങ്ങളും മറ്റും പല കാരണങ്ങളാൽ മരണപ്പെട്ടു പോയിട്ടുള്ള അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവരെയും അവരുടെ ആത്മാക്കളെയും ഈശോയെ അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗത്തിലേക്ക് അനയിക്കണമെന്ന് പറയുന്നു. താഴ്മ വീക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാവർക്കും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അവരുടെ ആവശ്യങ്ങളിലെല്ലാം ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമെന്നും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. അവരുടെ വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണമേ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ജോസഫിനെ വിൽക്കുന്നു. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയെ പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോട് കൂടെ ആടുമേക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയായ ബിൽഹായുടെയും സിൽഹായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. അവരെ പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവർ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താഴ്വണങ്ങുമെന്നോ എന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആളുകളെ മേയ്ക്കാൻ ഷെക്കെമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്ക് ഷെക്കെമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്നന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കെമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞ് തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആടുമേയ്ക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ദത്താനിയിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പിറകെ ജോസഫും പോയി. ദോത്തായിൽ വെച്ച് അവർ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവർ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ച് തിന്നെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് എന്തോ സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ട്
അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഒരു കുഴിയിൽ തള്ളിയിടുക. പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു. അവനെ ആ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലിയാദിൽ നിന്നിരുന്ന ഇസ്മായിലിന്റെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധ പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ടാവുക? വരുവിൻ, നമുക്ക് അവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നു പോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിൽ ഇല്ലായിരുന്നു. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാൻ ഇനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് അങ്ങയുടെ മകൻ്റേതാണല്ലോ അല്ലയോ എന്ന് നോക്കുക. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്തു. വളരെ നാൾ തൻ്റെ മകനെ കുറിച്ച് വിലപിച്ചു. അവനും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഇതിനിടെ മിദിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയുധവനുമായിരിക്കുന്ന വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. യേശുവേ നന്ദി.